നമ്മളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമുക്കൊക്കെ എല്ലാവർക്കും പല പല കാര്യങ്ങൾക്കും പല പല ഇഷ്ടങ്ങളുണ്ട്. ഭക്ഷണത്തിനും, വസ്ത്രത്തിനും, പിന്നെ പോകുന്നതിനും, യാത്രയിലും, ജീവിതത്തിൻ്റെ പല പല കാര്യങ്ങൾക്കും നമുക്ക് പല പല ഇഷ്ടങ്ങളുണ്ട്. പക്ഷേ നമ്മളതൊക്കെ എപ്പോഴെങ്കിലും പുറത്തെടുക്കാറുണ്ടോ? ആരോടെങ്കിലും പറയാറുണ്ടോ? ആ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും ശ്രമിക്കാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അത് അന്നത്തെ കാലത്ത് നമ്മളുടെയൊക്കെ കാലത്ത് ഒട്ടും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ന്യൂജൻ ആൾക്കാരുടെ ന്യൂജൻ കുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ ഇഷ്ടത്തിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. നമ്മളുടെ ഒക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഏത് കോഴ്സിന് പഠിക്കണം, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കോളേജിൽ ചേർക്കുമ്പം ഏത് ഗ്രൂപ്പ് എടുക്കണം എന്നൊക്കെ നമ്മളുടെ പേരൻസാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോളെ ഡോക്ടറാക്കണം, എൻ്റെ മോനെ എഞ്ചിനീയറാക്കണം എന്നൊക്കെ പേരൻസ് തീരുമാനിക്കും. അതിനനുസരിച്ച് നമ്മളെ കൊണ്ടേ ചേർക്കും. നമുക്ക് അത് പഠിക്കാൻ ഒരു താല്പര്യവും ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് ആഗ്രഹങ്ങളാണ്. അപ്പോൾ അവരതനുസരിച്ച് കൊണ്ടേ ചേർക്കും. നമ്മൾ അത് പഠിക്കാനാവാതെ തലകുത്തി മറിഞ്ഞ് കഷ്ടപ്പെട്ടൊക്കെ ചിലപ്പം പാസ്സാവും, ചിലപ്പം പാസ്സായില്ലെന്ന് വരും. ചിലപ്പോൾ അവരുദ്ദേശിച്ച ആ നിലയിലേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് എത്തുകയും ചെയ്യും. അതങ്ങനെ. അതുപോലെ നമ്മളുടെ വസ്ത്രങ്ങൾ നമ്മൾ കടയിൽ പോയി സെലക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമൊന്നും അന്നുണ്ടായിരുന്നില്ല. പേരൻസ് വാങ്ങിത്തരുന്ന ഡ്രസ്സിൽ നമ്മൾ സംതൃപ്തരായിരുന്നു. അത് നമ്മൾ ഇടും. അവരെന്ത് വാങ്ങിത്തന്നാലും അതിടും. അത് പാകമാണോ പാകമല്ലേ, കാണാൻ ഭംഗിയുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. അതുപോലെ ഭക്ഷണങ്ങൾ, ഹോട്ടലിലൊന്നും പോകുക എന്നുള്ളത് അന്നൊരു പതിവല്ലായിരുന്നു. പക്ഷേ വല്ലപ്പോഴും നമ്മൾ എന്തെങ്കിലും, ഞങ്ങളൊക്കെ ആണെങ്കിൽ വയനാട്ടിൽ നിന്ന് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധുക്കളുടെ വീടുകൾ പോകുമ്പോഴൊക്കെയാണ് ചുരം ഇറങ്ങി കോഴിക്കോടോ കണ്ണൂരൊക്കെ പോകുന്നത്. അപ്പോൾ ചുരം ഇറങ്ങി താഴെ എത്തുമ്പം അടിവാരത്ത് ഒക്കെ എത്തുമ്പോൾ ആണ് ബസ് നിർത്തി ഞങ്ങളൊരു ഭക്ഷണം കഴിക്കുന്നത്. അപ്പോഴാണ് നമ്മളൊരു പൊറോട്ടയോ അല്ലെങ്കിൽ ഒരു ചിക്കൻ കറിയൊക്കെ പുറത്ത് നിന്ന് ആദ്യമായിട്ട് കഴിക്കുന്നത്. അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ എത്തുമ്പം അവിടെ സാഗർ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, ഫേമസ് ആയി, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ആ ഒരു ബിരിയാണി അല്ല, ബിരിയാണി തന്നെ കഴിക്കുന്നത് ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളിലാണ്. അല്ലാതെ നമ്മൾ താമസിക്കുന്ന ആ സിറ്റിയിൽ, അന്ന് സിറ്റിയല്ല, അന്നൊരു ചെറിയ ഗ്രാമമാണത്. ആ സ്ഥലത്തുള്ള ചെറിയ ഹോട്ടലുകളിലൊന്നും അന്ന് ആരും വീട്ടിൽ നിന്നൊന്നും അങ്ങനെ പോവില്ലായിരുന്നു. നമ്മൾ നമ്മളെ വീട്ടിലെ ഭക്ഷണം കഴിക്കുക എന്നല്ലാതെ പുറത്ത് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒരു മോശം പോലെയോ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഹോട്ടലിൽ കയറുന്നതെന്നോ അങ്ങനെ എന്തോ ഒരു വിചാരമായിരുന്നു അന്ന്. അപ്പം നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും കിട്ടുന്ന അവസരത്തിൽ ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്ത് എന്താണ് ഭക്ഷണം വേണ്ടതെന്ന് ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം ഒന്നും ആരും ഗൃഹനാഥനായ ആരും ചോദിക്കാറില്ല. ബിരിയാണി ആണെങ്കിൽ ബിരിയാണി, പൊറോട്ട ആണെങ്കിൽ പൊറോട്ട, അല്ലെങ്കിൽ വേറെ ഊണാണെങ്കിൽ ഊണ്, അത് ഓർഡർ ചെയ്യുന്നു എല്ലാവർക്കും. ചിലപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് അത് വേണ്ട, എനിക്ക് മറ്റേതാണ് വേണ്ടതെന്നുള്ള തോന്നലുണ്ടാവുമായിരിക്കും. ആരും നമ്മളോട് ചോദിക്കാറില്ല നിനക്കെന്ത് വേണം, നിനക്കെന്ത് വേണമെന്ന്. പൊതുവായിട്ടങ്ങ് ഓർഡർ ചെയ്യും, അത് വാങ്ങും. പക്ഷേ അതിൽ നമ്മൾ സംതൃപ്തരായിരുന്നു, നമ്മൾ കഴിക്കും, പോരും. ഇതൊക്കെ പോട്ടെ, നമ്മളുടെ കല്യാണത്തിൻ്റെ സമയത്ത് വീട്ടുകാർ കല്യാണാലോചന ഏത് പ്രായത്തിൽ തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നത് വീട്ടുകാരാണ്. എനിക്ക് കല്യാണം കഴിക്കേണ്ട സമയമായോ, അല്ലെങ്കിൽ നിനക്കിപ്പം കല്യാണം കഴിക്കാൻ നീ പ്രാപ്തിയായോ, അല്ലെങ്കിൽ നിൻ്റെ മനസ്സിൽ കല്യാണം കഴിക്കാമെന്നുള്ള തോന്നലുണ്ടോ എന്ന് ആരും ചോദിക്കാറില്ല. എൻ്റെ മോൾക്ക് 23 വയസ്സായി അല്ലെങ്കിൽ 22 വയസ്സായി, എനിക്ക് കല്യാണം ആലോചിക്കാം എന്ന് പാരൻസ് തീരുമാനിക്കുന്നു. കല്യാണാലോചനയോട് തുടങ്ങുന്നു. പെണ്ണ് കാണാൻ ആളുകൾ വരുന്നു. ആൺകുട്ടിയാണെങ്കിൽ പെണ്ണ് കാണാൻ അങ്ങോട്ട് പോകുന്നു. അതൊക്കെ വീട്ടുകാരുടെ തീരുമാനമാണ്. അങ്ങനെ പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ആൺകുട്ടിയുള്ളെങ്കിൽ അങ്ങോട്ട് പോയി പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ എന്നൊരു ചോദ്യം, അതൊരു ഒരു നിമിഷം അല്ലെങ്കിൽ 2 മിനിറ്റ് നേരം കണ്ടിട്ടാണ് ആ ബന്ധം നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പറയുന്ന, പെൺകുട്ടി പറയുന്ന ഉത്തരം പ്രത്യേകിച്ചും അച്ഛനും അമ്മക്കും ഇഷ്ടമായെങ്കിൽ എനിക്കും ഇഷ്ടമായി, അങ്ങനെ പറയണമെന്നാണ് അന്ന് പഠിപ്പിച്ച് വെച്ചിട്ടുള്ള കുട്ടികളൊക്കെ. എല്ലാ കുട്ടികളും പറയുന്ന ഡയലോഗാണത്. അച്ഛനും അമ്മക്കും ഇഷ്ടമായെങ്കിൽ എനിക്കും ഇഷ്ടമായി, കഴിഞ്ഞു. അതിനോട് കല്യാണം കഴിക്കുന്നു, അവരുടെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ഭാഗ്യമുള്ളവർക്ക് നല്ല ഒരു പയ്യനെയാണ് കിട്ടിയതെങ്കിൽ അവർ ജീവിതം സക്സസ്ഫുള്ളായി മുമ്പോട്ട് പോകുന്നു. അല്ല കള്ളുകുടിയനോ മോശക്കാരനോ സ്നേഹമില്ലാത്തവനോ സംശയാലുവോ ഒക്കെ ആയ ഭർത്താവിനെയാണ് കിട്ടുന്നതെങ്കിൽ അതനുഭവിക്കാനാണ് അവർക്ക് യോഗം. അങ്ങനെയാണ് അന്നത്തെ കാലത്ത്. ആ കാര്യത്തിന് പോലും, നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിന് പോലും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലായിരുന്നു. നമ്മളത് ആഗ്രഹിച്ചിട്ടുമില്ല. വീട്ടുകാരാണത് തീരുമാനിക്കേണ്ടതെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരിക്കലും പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പം 4 ആൾ പോവുകയാണെങ്കിൽ 4 ആളും 4 തരത്തിലുള്ള ഭക്ഷണമായിരിക്കും ഓർഡർ ചെയ്യുന്നുണ്ടാവുക. എനിക്കിത് വേണം എന്ന് പറയാനുള്ള ആ
തൻ്റേടമെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു കഴിവ് ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. അവർക്ക് ആഗ്രഹമുള്ള സാധനങ്ങളാണ് അവർ കഴിക്കുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളെ അവർ ധരിക്കുള്ളൂ. അതുപോലെ തന്നെ കല്യാണം ഏത് പ്രായത്തിൽ കഴിക്കണം, ആരെ കഴിക്കണം എന്നൊക്കെ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ജീവിതം അവരുടേതാണ്. അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ആരെ കല്യാണം കഴിക്കണം, എപ്പോൾ കല്യാണം കഴിക്കണം എന്നുള്ളത്. പണ്ടത്തെ കാലത്ത് കല്യാണപ്രായം എന്ന് പറഞ്ഞ പ്രായമുണ്ട്. പെൺകുട്ടികളാകുമ്പോഴത്തേക്കും 25 വയസ്സിന് മുമ്പെയൊക്കെ കഴിച്ചില്ലെങ്കിൽ അയ്യോ കല്യാണപ്രായം കഴിഞ്ഞു, പിന്നെ ഇനിയിപ്പം അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ 28ലും 30ലും 32ലും ഒക്കെ കല്യാണം കഴിക്കാം. മനസ്സുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്, എനിക്കിനി ഒരു കൂട്ടായിട്ടൊരാൾ വേണം എന്ന് തോന്നുന്ന സമയത്താണല്ലോ നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. അത് ഏത് പ്രായത്തിലും ആവാം. അങ്ങനെയുള്ള എല്ലാ ഇഷ്ടങ്ങളും ഇന്നത്തെ തലമുറ നടപ്പിൽ വരുത്തുന്നുണ്ട്. ഈ വൈകിയ വേളയിലും ഇത്രയും പ്രായം നമുക്കൊക്കെ 10, 50, 58, 60 ഒക്കെ ആയ ഈ വേളയിലാണ് നമ്മൾ ഈ യങ്സ്റ്റേഴ്സിനെ, ഈ ന്യൂ ജെന്നിനെ കാണുമ്പം നമ്മളും വിചാരിക്കുന്നത് ശരിയാണല്ലോ, എൻ്റെയും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴാണ് നടപ്പിൽ വരുത്തുന്നത്? ഇനി കുറച്ച് കാലം കൂടെ ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ. ഇപ്പോഴെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങൾ, ചെറിയ ഇഷ്ടങ്ങളെങ്കിലും നടപ്പിൽ വരുത്താൻ നമ്മൾ മുൻകൈ കാണിച്ചില്ലെങ്കിൽ നമ്മളെന്നും മറ്റാരുടെയോ ഇഷ്ടത്തിന് ജീവിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയുള്ള കാലം നമ്മളുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ നമ്മൾ പറയാനും അത് നേടിയെടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഇനിയും അയ്യോ അത് വേണ്ട, ഉള്ളതുപോലെ മതി, അങ്ങനെ മതി എന്ന് പറഞ്ഞ് അതിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മനസ്സിൽ ആർക്കോ വേണ്ടി നമ്മളൊരു സാക്രിഫൈസ് ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല എന്നാണ് തോന്നുന്നത്. നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മളുടെ മാത്രം ഇഷ്ടങ്ങളാണ്.